ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. എല്ലാവരും നന്നായി പഠിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ. കുറേ പേര് ചെയ്ത മാർക്കുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് കേട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും കേട്ടോ. ഇനി ഏതെങ്കിലും പോർഷൻസ് വേണമെന്നുള്ളവരെ അറിയിച്ചാൽ ഞാൻ ഇട്ട് തരാം. അതുകൂടാണ്ട് തന്നെ കുറേശ്ശെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ചിലപ്പോൾ ഇതെന്താണ്, ഈ ഒരു ടേം എന്താണ്, ആ ഒരു ടേം നമ്മുടെ സൈക്കോളജിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഡൗട്ട് പെട്ടെന്ന് വന്നാലും ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ ഉൾപ്പെടുന്ന പോർഷനാണ് എന്നുണ്ടെങ്കിൽ, ഒരു 10 ഡൗട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം കൂടി ചേർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ പേര് ഡൗട്ട് ചോദിച്ച ചില പോർഷൻസ് ഉണ്ട്, അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാവുന്നുള്ള കുറച്ച് പോർഷൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നൊരു മോക്ക് ടെസ്റ്റ് അല്ല, ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഷെയറുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന മാർക്കുകൾ എനിക്കൊരു ഒത്തിരി സന്തോഷം തരുന്നുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് മാക്സിമം റിപ്ലൈ തരുന്നുണ്ട്. അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേറെ ആരോടെങ്കിലും അന്വേഷിക്കാൻ ഞാൻ പറയുന്നുണ്ട്. ഇനി എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് അന്വേഷിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചും തരണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എക്സാം വരെ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതൊരു അറിവ് എപ്പോഴും പകർന്നു കൊടുക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എവിടെയെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞാത്തൊരു പോർഷനാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതൊരു ട്രിക്കാണല്ലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഓരോരോ പോർഷൻസായിട്ട് പഠിക്കാൻ പോവുകയാണ്. ചെറിയ ടോപ്പിക്കുകളാണ്, പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ അതൊന്ന് എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്കത് പഠിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡുമാണ്. ഇത് ടീച്ചർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ് എന്ന് ആദ്യം ആലോചിക്കുക. എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡും എന്താണ് ഡിഡക്റ്റീവ് മെത്തേഡും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ പർട്ടിക്കുലറിൽ നിന്നും ജനറലിലേക്ക് കുട്ടിയെ എത്തിക്കുന്നു. അതായത് ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് കുട്ടിക്ക് ആ എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരു ജനറൽ ഐഡിയ കൊടുക്കുന്നു. അത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അതായത് പർട്ടിക്കുലർ ടു ജനറൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജനറൽ ടു പർട്ടിക്കുലർ, അതായത് ജനറലായിട്ടൊരു കാര്യം അവതരിപ്പിച്ചിട്ട് അതിൽ നിന്നും സ്പെസിഫൈ ചെയ്ത് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ജനറൽ ടു പർട്ടിക്കുലർ എന്ന് പറയുന്നത്. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ചിരുന്നു, DGP അല്ലേ. ഡി എന്ന് വെച്ചാൽ ഇവിടെ ഡിഡക്റ്റീവ് മെത്തേഡാണ്, ജി എന്ന് വെച്ചാൽ ജനറലാണ്, പി എന്ന് വെച്ചാൽ സ്പെസിഫിക് അല്ലെങ്കിൽ പർട്ടിക്കുലറിൻ്റെ വേർഡിനാണ് നമ്മൾ പി ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് എന്നും അതിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്പെസിഫിക് എന്നുള്ള വാക്ക് മറന്ന പോലെ പർട്ടിക്കുലറും സ്പെസിഫിക്കും സെയിം ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇവിടെ വരുമ്പോൾ DGP എന്ന് ആലോചിച്ചാൽ ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും തമ്മിൽ ഒരു കാരണവശാലും തിരിഞ്ഞു പോവില്ല. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ജനറലിൽ നിന്നും പർട്ടിക്കുലറിലായിട്ട് പോകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ പർട്ടിക്കുലറിൽ നിന്നും ജനറൽ ആയിട്ടാണ് കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുന്നത് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ചില എക്സാമ്പിളുകളിലൂടെ ഒരു ജനറൽ കാര്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നു. ഇത് ഏത് മെത്തേഡാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം. ജനറലായിട്ടൊരു ഐഡിയ കുട്ടികൾക്ക് കൊടുത്ത ശേഷം ഓരോരോ കണ്ടൻറ്റുകളായി ടീച്ചർ പഠിപ്പിക്കുന്നു, അതേത് മെത്തേഡാണ് എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരാനുള്ള പോർഷനിൽ നിന്ന് പറയാവുന്നുള്ള ഭാഗങ്ങൾ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത പോർഷനിലേക്ക് പോവാണ്. അടുത്തതാണ് കൺവേർജൻ്റ് തിങ്കിങ്ങും ഡൈവേർജൻ്റ് തിങ്കിങ്ങും. സംഭവം എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നൊരു സംഭവമാണ് കേട്ടോ. ഈ കൺവേർജൻറ്റും ഡൈവേർജൻറ്റും അത്രയും പഠിച്ചവർക്ക് അത് തിരിഞ്ഞു പോകത്തുമില്ല. കൺവേർജൻ്റ് എന്താണ്, ഡൈവേർജൻ്റ് എന്താണ്? ഇതെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി കൊണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഏതാണ്, അല്ലെങ്കിൽ ഏത് തിങ്കിങ് ആണ് എന്ന് ചോദിക്കാം. അപ്പോൾ കൺവേർജൻ്റ് എന്താണ്, ഡൈവേർജൻ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് ഏത് തിങ്കിങ് ആണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, കൺവേർജൻ്റ് തിങ്കിങ്. അതായത് എന്താണ്, ഒരേ ദിശയിൽ മാത്രം ചിന്തിക്കുന്നു.
അതായത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വന്നാൽ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ച് അതിന് പ്രോബ്ലം കണ്ടുപിടിക്കുന്നെങ്കിൽ അതാണ് കൺവേർജൻ്റ് തിങ്കിങ്. ഡൈവേർജൻ്റ് തിങ്കിങ് എന്ന് വെച്ചാൽ പല വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഡൈവേഴ്സ് ചെയ്യുക മീൻസ് എന്താണ്, പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം രണ്ടായി പിരിയുക അല്ലെങ്കിൽ പല വഴിയിലേക്കായി പിരിയുകയാണെന്നാണ് അല്ലേ ഡിവോഴ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ എന്താണ് ഈ ഡൈവേർജൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, പല ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്നു. ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, പല ഭാഗത്തേക്ക് നോക്കണം ഇല്ലേ. അപ്പോൾ ഇവിടെ കൺവേർജൻറ്റും ഡൈവേർജൻറ്റും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഡൈവേർജൻ്റ് എന്ന് വെച്ചാൽ ഡൈവേഴ്സ് ആണെന്ന് ആലോചിക്കുക, എന്താണ് പിരിഞ്ഞു പോകുന്നതാണ്, പല ദിശയിലേക്ക് നമ്മൾ നോക്കുന്നതാണ്. കൺവേർജൻ്റ് എന്ന് വെച്ചാൽ ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ നോക്കി എപ്പോഴും നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. പ്രത്യേകിച്ച് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ എന്ത് സഹായിക്കില്ല, കൺവേർജൻ്റ് തിങ്കിങ് സഹായിക്കില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഓർമ്മ വെച്ചോളണം കൺവേർജൻറ്റും ഡൈവേർജൻറ്റും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസസിനെ കുറിച്ചിട്ടാണ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരുമിച്ചിരുന്ന് പഠിക്കുക ഇല്ലേ, സഹകരിച്ചിരുന്ന് പഠിക്കുക. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിനകത്ത് ഒത്തിരി കുട്ടികൾ ഒരുമിച്ചിരുന്ന് സ്വന്തമായിട്ട് പഠിക്കുന്നതിനെയാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ കോപ്പറേറ്റീവ് ലേണിങ്ങുമായിട്ട് പ്രധാനപ്പെട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കളക്റ്റീവ് എനർജി ഫ്രം കോപ്പറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിങ്ങിനകത്തുള്ള കളക്റ്റീവ് എനർജിയെ പറയുന്ന പേരെന്ത്? അതാണ് സിനർജി. നമ്മുടെ ലാസ്റ്റ് ഏതോ ഒരു മോക്ക് ടെസ്റ്റിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ, സിനർജി. കളക്റ്റീവ് എനർജിയാണ് സിനർജി എന്നറിയപ്പെടുന്നത്. അത് കോഓപ്പറേറ്റീവ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതിന് കൊളാബറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൊളാബറേഷൻ എന്ന് വെച്ചാൽ ഒന്നിലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ലോങ് ടേം ബേസിസിൽ പഠിക്കുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഓക്കെ, എന്താണ്, ഒരു 4 ചുവരുകൾക്കുള്ളിലല്ല, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുള്ള കുട്ടികൾ പഠിക്കുന്നതാണ്, അവിടെ സിനർജി എന്നുള്ള ടേം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മറന്നു പോകേണ്ട, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ മോക്ക് ടെസ്റ്റ് ചെയ്തവർക്ക് അറിയായിരിക്കും, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അറിയാമല്ലോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് നിങ്ങളിത് കണ്ടാൽ മതി. ഓക്കെ, അപ്പം നമ്മളിനി അടുത്തതിലേക്ക് പോവാം. ഇനി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും സ്പെസിഫിക്കേഷനും ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടൻറ്റ് പഠിപ്പിച്ചതിന് ശേഷം കുട്ടി നേടിയെടുക്കേണ്ട മാറ്റം, കുട്ടിയുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ കുട്ടി മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ കൂട്ടി തീരുമാനിക്കുന്നതിനാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നു, ആ കുട്ടി ഈ ഒരു പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ കുട്ടിയാണ് ഇന്നൊരു മനോഭാവം ഉണ്ടാക്കി എടുക്കണം എന്ന് നമ്മൾ നേരത്തെ കൂട്ടി തയ്യാറാക്കി എടുക്കുന്നതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. എന്നാൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ബിഹേവിയറൽ ഔട്ട്കമാണ്. അതായത് ഒരു പോർഷൻ പഠിച്ചതിന് ശേഷം കുട്ടിയിലുണ്ടായ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, സ്പെസിഫിക്കേഷൻ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബിഹേവിയറൽ ഔട്ട്കമാണ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ എടുക്കുന്നതിന് മുന്നേ, കണ്ടൻറ്റ് പഠിപ്പിക്കുന്നതിന് മുന്നേ ടീച്ചർ എടുക്കുന്ന ഒബ്ജക്റ്റീവ്, ടീച്ചറിൻ്റെ ഒബ്ജക്റ്റീവിനെയാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സ്പെസിഫിക്കേഷനും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും. അടുത്തത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റുമാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് എന്താണെന്ന് വെച്ചാൽ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ടീച്ചറിന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്നാൽ കുട്ടിയിലുണ്ടായ ഇൻ്റലക്ച്വൽ കോമ്പിറ്റൻസ്, അതായത് കുട്ടിയിൽ എത്രത്തോളം പഠിച്ചു, കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാം ടെസ്റ്റ്, അത് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓക്കെ, എത്രത്തോളം കുട്ടി കണ്ടൻറ്റ് മനസ്സിലാക്കി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡയഗ്നോസ്റ്റിക് ആണ്, അതായത് കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇല്ലേ, ഡയഗ്നോസ്റ്റിക്കിൻ്റെ ലേണിംഗ് ഡിഫിക്കൽട്ടീസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ,
ഇനി ഇൻ സർവീസ് ട്രെയിനിങ്ങും പ്രീ സർവീസ് ട്രെയിനിങ്ങും ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആണ് ഇൻ സർവീസ് ട്രെയിനിങ് എന്നറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ക്ലസ്റ്റർ മീറ്റിംഗ് ഇൻ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, റിഫ്രഷിംഗ് കോഴ്സുകളുണ്ട്, വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതിനകത്ത് നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, സെമിനാറുകൾ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം ഇൻ സർവീസ് ട്രെയിനിങ് ആണ്, ടീച്ചർ നടത്തുന്ന ഇൻ സർവീസ് ട്രെയിനിങ് ആണ്. ഇനി പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ പ്രിപ്പറേഷനാണ് പ്രീ സർവീസ്, അതായത് TTC B.Ed പോലുള്ള അതെല്ലാം എന്താണ്, ഈ സർവീസാണ്. ഓക്കെ, പ്രൊഫഷണൽ പ്രിപ്പറേഷനാണ്, അതായത് പ്രീ സർവീസാണ്. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രീ സർവീസ് എന്ന് വെച്ചാൽ സർവീസിന് മുന്നേ, അതായത് പ്രിപ്പറേഷൻ ഫോർ ദി പ്രൊഫഷനാണ്. മറ്റേതാണെങ്കിൽ പ്രൊഫഷണൽ ബെറ്റർമെൻ്റ് ആണ് ഇൻ സർവീസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി 2 ഇവാലുവേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും. അത് ആ വേർഡിൽ തന്നെ ഉണ്ട്. സമ്മേറ്റീവ് എന്ന് വെച്ചാൽ ഒരു കോഴ്സിൻ്റെ അവസാനം നമ്മൾ എന്താണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സമ്മേറ്റീവ് ടെസ്റ്റ്. എന്നാൽ ഫോർമേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകൾ, ടെസ്റ്റ് പേപ്പറുകൾ, എന്താണ് മന്ത്ലി ടെസ്റ്റുകൾ, അതെല്ലാം എന്തിൽ വരും, നമ്മുടെ ഫോർമേറ്റീവ് ഇവാലുവേഷനകത്ത് വരും. ആണ് കുട്ടികൾക്കും ടീച്ചർക്കും ഒരുപോലെ എഫക്റ്റീവ് ആവുന്ന ഒരു ടെസ്റ്റാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ. കാരണം കുട്ടികൾക്ക് അവരുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ലേണിങ്ങിനെ കുറിച്ച് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ടീച്ചിങ്ങിനകത്ത് എവിടേക്കാണ് പോരായ്മകളുള്ളതെന്നും അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടും ടീച്ചറെ സഹായിക്കുന്ന ഒരു ഇവാലുവേഷനാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രേഡിങ് കൊടുക്കുക, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇവാലുവേഷനാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ വരുന്ന 2 കാര്യങ്ങൾ സമ്മേറ്റീവും ഫോർമേറ്റീവ് ഇവാലുവേഷനുമാണ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂമിൻ്റെ ടാക്സോണമിക്കകത്ത് തിരിഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമിയിൽ എന്താണ്, ബ്ലൂമാണ് ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്തത്. ഒരു ടാക്സോണമി രൂപത്തിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഏറ്റവും ബേസായിട്ട് വരുന്നത് നോളജാണ്. പിന്നെ അത് കഴിഞ്ഞ് കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതെല്ലാം നൗൺ ഫോമിലാണ് വന്നേക്കുന്നത്. 1956 ബ്ലൂം എന്ത് ചെയ്യുന്നത്, ടാക്സോണമി ഉണ്ടാക്കുന്നത്. എന്നാൽ 2001 റിവേഴ്സ് ചെയ്തു ഇതിനെ. ഈ ബ്ലൂമിൻ്റെ ടാക്സോണമിയെ റിവേഴ്സ് ചെയ്തു. ഈ 2001 റിവേഴ്സ് ചെയ്തപ്പോൾ നോളജിന് പകരം റിമെമ്പറിങ് ആയി. അതായത് നേരത്തെ നൗൺ ആയിരുന്നത് ഈ സമയത്തായപ്പോൾ അതെന്തായി, വെർബായിട്ട് മാറി. റിമെമ്പറിങ് ആയി, കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആയി, ആപ്ലിക്കേഷൻ അപ്ലൈയിങ് ആയി, അനാലിസിസ് അനലൈസിങ് ആയി, സിന്തസിസ് ഇവാലുവേഷനായി, ഇവാലുവേഷൻ ക്രിയേറ്റിംഗ് ആയി. അപ്പോൾ ഇവിടെ ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റിവേഴ്സ്ഡ് ബ്ലൂംസിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് റിമെമ്പറിങ് ആണെന്ന് ആലോചിക്കുക. അതേസമയത്ത് ബ്ലൂമിൻ്റെതിനകത്ത് ഏറ്റവും ബേസ് ആയിട്ടുള്ളത് നോളജ് ആണെന്നും ആലോചിക്കുക. ഇനി ഏറ്റവും മുകളിൽ ഏറ്റവും ഹയസ്റ്റ് ലേണിംഗ് തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ തിങ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത് റിവേഴ്സിൽ വരുമ്പോൾ ക്രിയേറ്റിംഗ് ആണ്. ബ്ലൂംസിൻ്റെ ടാക്സോണമിക്കകത്ത് വരുമ്പോൾ ഇവാലുവേഷനാണ്. അത് രണ്ടും മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ ഇവിടെ ബ്ലൂംസിൻ്റെ ഇതിനകത്ത് വരുന്ന സിന്തസിസിനെ തന്നെയാണ് എന്താക്കി, വെർബാക്കി ക്രിയേറ്റിംഗ് ആയിട്ട് ഏറ്റവും മുകളിൽ കൊടുത്തേക്കുന്നത്. ഇവാലുവേഷൻ, അതായത് ബ്ലൂംസിൻ്റെ ടാക്സോണമിക്കകത്തുള്ള ഇവാലുവേഷൻ അത് എന്ത് ചെയ്തു, ക്രിയേറ്റിങ്ങിന് മുന്നേ ഉള്ളത്, ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് ക്രിയേറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്കും ബ്ലൂംസിൻ്റെ ടാക്സോണമിയെ ചേഞ്ച് ചെയ്തു. ഇനി ആരാണ് ബ്ലൂംസിൻ്റെ ടാക്സോണമിയെ റിവേഴ്സ് ചെയ്തതെന്ന് ആലോചിച്ചോളണം. ആരാണ്, ആൻഡേഴ്സൺ ആൻഡ് റാത്ത്ഹോളാണ് ബ്ലൂമിൻ്റെ ടാക്സോണമിയെ എന്ത് ചെയ്തത്, റിവേഴ്സ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അതിപ്പോഴും ഡൗട്ടുള്ള പലരും ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി ആ ഡൗട്ട് അങ്ങ് കളഞ്ഞേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒന്നുകൂടി പറയുകയാണ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് വെച്ചാൽ കുട്ടി എത്രത്തോളം പഠിച്ചു എന്ന് സെൽഫ് ഇവാലുവേഷൻ ചെയ്യുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഓക്കെ, അതായത് മെറ്റാ കോഗ്നിഷനാണ്. ഒരു കുട്ടി തന്നെ അവൻ്റെ ചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ മെമ്മറിയെക്കുറിച്ച് ഓർമ്മിക്കുന്നു. ഓക്കെ, അവൻ്റെ പഠനത്തെക്കുറിച്ച് അവൻ തന്നെ ബോധവാനാകുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. മറന്നു പോകരുത്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് വെച്ചാൽ കുട്ടി സ്വന്തമായിട്ട്
തൻ്റെ പഠനത്തെ വിലയിരുത്തുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. മെറ്റാ കോഗ്നിഷൻ വാക്ക് അവിടെ ഓർമ്മിച്ച് വെച്ചേക്കുക. അതുപോലെ തന്നെ എന്താണ് സെൽഫ് അസസ്മെൻ്റ് ആണിത്, സെൽഫ് അസസ്മെൻ്റ് ആണ്. ആ രണ്ട് വാക്കുകൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് പറയാൻ പോകുന്നത്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ടീച്ചർ നടത്തുന്ന അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അതായത് എന്താണ് ഇവിടെ ഫോർമേറ്റീവ് ഇവാലുവേഷൻസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റുകൾ, ടെസ്റ്റ് പേപ്പറുകൾ അതൊക്കെ നടത്തുമ്പോൾ അറിയാം കുട്ടിക്ക് തീരെ മാർക്കില്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ ടീച്ചിങ്ങിൽ എന്തോ ഫോൾട്ട് ഉണ്ട്, അതുകൂടി ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറിനെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് ഏത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് വെച്ചാൽ ഇതെന്താണ്, ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടൂളാണ്. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അസസ്മെൻ്റ് ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ഉണ്ട്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ ഒരു ടീച്ചിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും അവസാന ഘട്ടത്തിൽ നടത്തുന്ന ഒരു അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അതായത് കുട്ടിയെ അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിനകത്താണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് 2 തരം അപ്രോച്ചസിനെ കുറിച്ചാണ്. കരിക്കുലം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 തരത്തിലുള്ള അപ്രോച്ചാണ് കോൺസെൻട്രിക് അപ്രോച്ചും സ്പൈറൽ അപ്രോച്ചും. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ചിലർക്ക് തിരിഞ്ഞു പോകാറുണ്ട്. അതൊന്ന് തിരിഞ്ഞു പോകാണ്ടിരിക്കാനുള്ള അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് വെച്ചാൽ ജനറൽ ഐഡിയാസ് ആദ്യം കൊടുത്തിട്ട് പിന്നെ സ്പെസിഫിക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമ്മുടെ കോൺസെപ്റ്റിനെ വൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അതായത് ജനറൽ ഐഡിയാസിനെ താഴെ ലോവർ ക്ലാസ്സിൽ കൊടുത്തിട്ട് സ്പെസിഫിക് ഐഡിയാസിനെ ഹയർ ക്ലാസ്സിൽ കൊണ്ടുവരും. അതായത് നമ്മൾ ഒരു ചെറിയൊരു ഐഡിയ ഓരോ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കോൺസെപ്റ്റ് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അടുത്ത പോർഷൻസ് 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. അതായത് ഒരു അക്കാഡമിക് ഇയറിനകത്തല്ല ഈ ജനറൽ ടു സ്പെസിഫിക് കാര്യങ്ങൾ ഉൾക്കൊള്ളിയിരിക്കുന്നത്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ലോവർ ക്ലാസ്സിൽ ജനറൽ ഐഡിയാസ് കൊടുത്തിട്ട് അടുത്ത നെക്സ്റ്റ് അക്കാഡമിക് ഇയറുകളിൽ ഓരോന്നിൻ്റെയും സ്പെസിഫിക്കേഷൻസ് എടുത്ത് പറഞ്ഞു പോകുന്നതാണ് കോൺസെൻട്രിക് അപ്രോച്ച്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇനി പറയാൻ പോകുന്നത് സ്പൈറൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ലിങ്കേജ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു അക്കാഡമിക് ഇയറിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈസിയിൽ നിന്ന് ഡിഫിക്കൽട്ടിലേക്ക് ഒരു കോൺസെപ്റ്റിനെ പഠിപ്പിച്ചു പോകുന്നു. ആദ്യം ചെറിയ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അതിൻ്റെ ഹയസ്റ്റ് മാസ്റ്ററി ഓഫ് ലേണിങ്ങിൽ ആ ഒരു സെക്ഷൻ്റെ ഹയസ്റ്റ് മാസ്റ്ററി വരെ നമ്മൾ എത്തിക്കുന്ന ആ ഒരു അപ്രോച്ചാണ് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് ലിങ്കേജ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിക്കുന്നതിന് ആ വർഷം തന്നെ ലിങ്ക് ചെയ്ത് പഠിക്കുന്നതാണ് സ്പൈറൽ അപ്രോച്ച്. കോൺസെൻട്രിക് അപ്രോച്ച് എന്ന് വെച്ചാൽ ഒരു ഐഡിയ ഒരു ക്ലാസ്സിൽ കൊടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ കോൺസെപ്റ്റ് വൈഡ് ചെയ്യുന്നതിനുള്ള ഐഡിയാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കൊടുക്കുന്നത്. എന്നാൽ സ്പൈറൽ അപ്രോച്ച് എന്ന് വെച്ചാൽ ഒരു അക്കാഡമിക് ഇയറിനകത്ത് തന്നെ എന്താണ് ഈസി ആയിട്ടുള്ള കാര്യങ്ങളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു, അതിനകത്ത് തന്നെ പറയുന്നു. ഒരു വർഷത്തിനകത്ത് തന്നെ പറയുന്നതാണ്. ലിങ്കേജ് ഉണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ലിങ്കേജ് ഉണ്ട്. കോൺസെൻട്രിക് അപ്രോച്ചിനകത്ത് ലിങ്കേജ് ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻസ് ഒന്നും നമുക്കതിനകത്തൊക്കെ ചോദിച്ചാൽ ഒരു പേടിയോ കൂടാതെ നമുക്ക് പോയി എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാക്സിമം കിട്ടുന്ന ടൈമിൽ അയ്യോ എക്സാം കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കുമ്പോൾ ഞാൻ ആ പഠിപ്പിച്ച പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സങ്കടം വരും. അയ്യോ ടീച്ചർ അത് പഠിപ്പിച്ചതായിരുന്നല്ലോ, ഞാനത് കണ്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം പോർഷൻസ് കവർ ചെയ്ത് തന്നെ പോവുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാർക്കിംഗ് സ്കീം, എന്താണ് സ്കോറിംഗ് സ്കീം എന്നാണ്. പലർക്കും അറിയില്ല എന്താണ് മാർക്കിംഗ്, എന്താണ് സ്കോറിംഗ് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു മാർക്കിംഗ് സ്കീം എന്ത് അസസ് ചെയ്യാനാണ് നമ്മൾ മാർക്കിംഗ് സ്കീം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ആൻസർ ഒബ്ജക്റ്റിവിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു പോയി കാണും. പക്ഷേ എന്താണ് ഈ ഒബ്ജക്റ്റിവിറ്റി, എന്താണ് ഈ മാർക്കിംഗ് സ്കീം എന്ന് നമുക്ക് മനസ്സിലായി കാണില്ല. അപ്പോൾ എന്താണ്, നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത് നമ്മുടെ വീഡിയോസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് എല്ലാം. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റിനകത്ത് കുറയ്ക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നതാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ ഞാൻ കോമൺ ആയിട്ടൊരു വീഡിയോയിലൂടെ റിപ്ലൈ തരും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് ഇടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുന്നത് മാർക്കിംഗ് സ്കീമും സ്കോറിംഗ് കീയുമാണ്. ഈ സ്കോറിംഗ് കീ എന്ന് വെച്ചാൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസറിന് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് സ്കോറിംഗ് കീ എന്ന് പറയുന്നത്. ഇവിടെ മാർക്കിംഗ് സ്കീം എന്ന് വെച്ചാൽ വൺ വേർഡ് ആൻസേഴ്സിന് നമുക്കറിയാം കൃത്യമായിട്ട് ഇന്ന ഒരു ആൻസറേ ആ ക്വസ്റ്റ്യനുള്ളൂ. അതാണ് ഒബ്ജക്റ്റിവിറ്റി. ഒരൊറ്റ ആൻസറിൽ, അതായത് ഒറ്റ വൺ വേർഡിൽ തീരുന്ന ആൻസേഴ്സിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട 3 തിയറീസും അതിൻ്റെ പ്രൊപ്പഗേറ്റേഴ്സും പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് 3ഉം അത് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ചെറിയ എളുപ്പ വഴികൾ പറയട്ടെ. ആദ്യം പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് ഇല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പഠിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് പഠിക്കുക. ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അതങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി ബാക്കി നമുക്ക് 2 പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമത്തതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി. അത് BF സ്കിന്നറാണ്. BF സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി പഠിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും മാറിപ്പോവില്ല. ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിനെ ഓപ്പറേഷൻ എന്ന് വെച്ച് നമ്മൾ മനസ്സിൽ ആലോചിക്കുക. ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഓക്കെ, ഇനി ഓപ്പറേഷൻ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സ്കിന്നിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി ഒരിക്കലും മറക്കില്ല. എന്താണ്? സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി. സ്കിന്നിലാണ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇനി അടുത്തുണ്ട് ട്രയൽ ആൻഡ് എറർ തിയറി. ആരുടെയാ? തോണ്ടേക്കിൻ്റെയാണ് ഇല്ലേ. തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അതും മറക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. എന്താ? തോണ്ടേക്ക് നമ്മൾ തൊണ്ട എന്നുള്ളതിൽ നമ്മൾ എടുക്കുക. തോണ്ടേക്ക് തൊണ്ട എന്നുള്ള രീതിയിൽ എടുക്കുക. ഇനി ട്രയൽ ആൻഡ് എറർ ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? തൊണ്ടയിലൊരു മുള്ളു കൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു മുള്ള് നമ്മുടെ തൊണ്ടയിൽ കൊണ്ട് എങ്ങനെയാണ് നമ്മളത് പുറത്തെടുക്കുന്നത്? അത് നമ്മൾ പല രീതിക്ക് എന്ത് ചെയ്യും? ട്രൈ ചെയ്ത് നോക്കും അല്ലേ. ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ക്ലിക്ക് ചെയ്യില്ല. അതായത് നമ്മളിപ്പോൾ ആദ്യം കുറച്ച് പഴം കഴിച്ച് നോക്കും, പോയില്ല. ചിലപ്പോൾ ചോറ് കഴിച്ച് നോക്കും, വെള്ളം കുടിച്ച് നോക്കും. അങ്ങനെ പല രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും? ട്രൈ ചെയ്ത് നോക്കും അത് കളയാൻ ഇല്ലേ. എന്നിട്ട് ട്രയൽ ചെയ്ത് ചിലപ്പോൾ അതെന്തായിപ്പോവും? തെറ്റായിപ്പോവും, എററായിപ്പോവും. പിന്നെ അവസാനം അതെന്ത് ചെയ്യും? കറക്റ്റാവും. അപ്പോൾ തൊണ്ടയിൽ മുള്ളു കൊണ്ടത് നമ്മൾ ട്രയലും എററിലൂടെയും നമ്മൾ എന്ത് ചെയ്തു? അതിനെ മാറ്റിയെടുത്തു. അപ്പോൾ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി. ഇനി എപ്പോഴെങ്കിലും മറക്കുമോ? ഇല്ല. ഈ 3 തിയറീസിൻ്റെയും പ്രൊപ്പഗേറ്റേഴ്സിനെ മറക്കാതിരിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് പേഴ്സണാലിറ്റി ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. റോർഷ ഇൻഗ്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടാറ്റ് എന്ന് പറയും, ടാറ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് കാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് വാറ്റ് എന്നിങ്ങനെയാണ് ചില പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ. ഇൻ്റലിജൻ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഫോർഡ് ബിനറ്റിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ഇൻ്റലിജൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റുകൾക്കിടയിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇത്രയും യൂസ്ഫുള്ളായോ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പോർഷൻസ് നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.